നേരെ വയനാട്ടേക്ക് നമുക്ക് പോകാം. വയനാട് ജില്ലയിൽ കനത്ത മഴ തുടരുന്നു. ചൂരൽമലയിൽ കനത്ത മഴയും കാറ്റും. പുന്നപ്പുഴയിൽ ശക്തമായ കുത്തൊഴുക്ക്. അട്ടമലയിലേക്കുള്ള റോഡിന്റെ മൺതിട്ട ഇടിഞ്ഞു. ദീപക് മോഹൻ നൽകും വിശദാംശങ്ങൾ. ദീപക്, എന്താണ് വയനാട്ടിലെ സാഹചര്യം? ചൂരൽമലയിലൊക്കെ കനത്ത മഴ പെയ്യുകയാണോ ഇപ്പോൾ? റോഷ്നി, വയനാട്ടിൽ നിലവിൽ കനത്ത മഴയാണ്. രാവിലെ മുതൽ തന്നെ പലയിടങ്ങളിലും കനത്ത മഴയുണ്ട്. മുണ്ടക്കൈ, ചൂരൽമല ഈ മേഖലയിലും കനത്ത മഴയും കാറ്റുമുണ്ട്. നമ്മളിപ്പോൾ ഈ ചൂരൽമലയിലെ ബെയിലിപ്പാലത്തിലാണ്. ഈ ദൃശ്യങ്ങൾ കാണാം. നേരത്തെ പുന്നപ്പുഴ ചെറുതായി ഒഴുകിയിരുന്ന പുന്നപ്പുഴ ഇന്നിപ്പോൾ വലിയ ഹുങ്കാര ശബ്ദത്തോടെ വലിയ കുത്തൊഴുക്കാണ് പുന്നപ്പുഴയിലുള്ളത്. ഈ പുന്നപ്പുഴയുടെ ബെയിലിപ്പാലത്തിന് സമീപത്തൊക്കെ നേരത്തെ തന്നെ പുഴയുടെ അരികുകളിലുള്ള മണ്ണും കല്ലുമെല്ലാം മാറ്റാനുള്ള നിർമ്മാണ പ്രവൃത്തികൾ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി എടുത്ത് ആരംഭിച്ചിരുന്നു. പക്ഷേ അതിനിടയിലാണ് കാലവർഷം എത്തിയത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ തൊട്ടടുത്ത് തന്നെ ഈ പാലത്തിന് സമീപത്തുള്ള ഗാബിയോൺ കവചമാണ്. അതിനോട് അരികിലേക്ക് സിമെന്റിന്റെ കോൺക്രീറ്റ് കെട്ടിയിട്ടുണ്ട്. ആ ഭാഗത്തേക്ക് വരെ വെള്ളം എത്തിക്കഴിഞ്ഞു. മാത്രമല്ല ഈ എതിർഭാഗത്ത്, അതായത് മുണ്ടക്കൈയിലേക്ക് പോകുന്ന ആ ഭാഗത്ത് സെന്റിനെന്റൽ റോക്കിന് സമീപത്തായി മരങ്ങളൊക്കെ ഒടിഞ്ഞു വീണിട്ടുണ്ട്. ആ മുകളിലേക്കുള്ള, അതായത് മുണ്ടക്കൈ പുഞ്ചിരിമട്ടം മേഖലകളിലേക്ക് പോകുന്ന ഭാഗങ്ങളിലൊക്കെ തന്നെ മരങ്ങൾ ഒടിഞ്ഞ് കടപുഴകി വീണിട്ടുണ്ട് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഈ എതിർഭാഗത്ത്, ബെയിലിപ്പാലത്തിന് എതിർഭാഗത്തുള്ള അട്ടമലയിലേക്ക് പോകുന്ന ഭാഗത്ത് നമ്മുടെ ക്യാമറ വീഡിയോ ജേർണലിസ്റ്റ് അതുൽ അമ്ര ആ ഭാഗത്തേക്ക് സൂം ചെയ്താൽ വ്യക്തമായി മനസ്സിലാകും. അത് അട്ടമലയിലേക്ക് പോകുന്ന റോഡിന്റെ ഒരു ഭാഗമാണ്. ആ ഭാഗത്തേക്ക് ശക്തമായ കുത്തൊഴുക്കിനെ തുടർന്ന് അവിടെയുള്ള മണ്ണെല്ലാം തന്നെ ഒലിച്ചുപോയി മണ്ണിട്ട ഇടിഞ്ഞ് വെള്ളത്തിലേക്ക് പോകുന്ന ദൃശ്യം നേരത്തെ നമ്മൾ കാണുകയുണ്ടായി. ഈ പുഴയിൽ വലിയ കുത്തൊഴുക്കുണ്ട്. അതോടൊപ്പം ഈ മേഖലയിലുള്ള ആളുകളോടൊക്കെ ജാഗ്രത പുലർത്തണമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ ബെയിലിപ്പാലത്തിന് സമീപമുള്ള പഴയ വില്ലേജ് റോഡിന്റെ ആ ഭാഗത്ത് ഇപ്പോഴും ലിസ്റ്റിൽ ഉൾപ്പെടാത്ത 6ഓളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. ആ മേഖലയിലും അവിടെയും വെള്ളം എത്തിക്കഴിഞ്ഞു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വളരെ വ്യക്തമാണ്. വലിയ കുത്തൊഴുക്കാണ് ഇവിടെ വേലിപ്പാലത്തിനടിയിലുള്ള പുന്നപ്പുഴയിൽ ഉണ്ടായിട്ടുള്ളത്. മേൽഭാഗം, അതായത് മുണ്ടക്കൈ പുഞ്ചിരിമട്ടം ഭാഗത്തും ഇത്തരത്തിൽ കുത്തൊഴുക്ക് രൂക്ഷമാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. മഴക്കാല മുന്നൊരുക്കങ്ങളുടെയൊക്കെ ഭാഗമായി പല നിർമ്മാണ പ്രവൃത്തികളും ആരംഭിച്ചിരുന്നെങ്കിൽ പോലും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ ഭാഗത്തൊക്കെ ഈ വെള്ളാർമല സ്കൂളിന്റെ അകത്തേക്ക് വരെ വെള്ളം എത്തിക്കഴിഞ്ഞു. നമ്മൾ എത്തുന്ന സമയത്ത് ഈ താഴെയുള്ള പാറയിലേക്കൊന്നും വെള്ളം എത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇടവിട്ട് കനത്ത മഴ പെയ്യുന്നു. മലവെള്ളപ്പാച്ചിലുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ആളുകൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. എന്താണ് ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ? എന്താണ് ഇപ്പോൾ ഇന്നലെ ഇന്നുമായിട്ട് നല്ല ശക്തമായ മഴയാണ്, കാറ്റും മഴയും. ഇപ്പോൾ അതാ കണ്ടില്ലേ, വെള്ളം വരാത്ത കണ്ടില്ലേ, തോട്ടിൽ കൂടുതലാണ്. ഇതാ ഇവിടുത്തെ അയൽവാസിയാണ്. മുണ്ടക്കൈയിലൊക്കെ എന്താ സ്ഥിതി? അയ്യോ, മുണ്ടക്കൈക്ക് പോകാൻ പറ്റുമോ? മുണ്ടക്കൈയിൽ സ്ഥിതി അതാ, അങ്ങോട്ട് നോക്കിയാൽ കാണുമല്ലോ. മുണ്ടക്കൈ കാണുമ്പോൾ തന്നെ ഭയമാണ്. അങ്ങോട്ട് കാണുമ്പോൾ തന്നെ ഭയമാണ് കേട്ടോ. അവിടെ താമസിച്ചിരുന്നവരോ? അവിടെ താമസിച്ചാണ്. ഇപ്പോൾ അവിടെ തന്നെ വില്ലേജിന്റെ തൊട്ട് വില്ലേജിന്റെ ആ ഭാഗത്ത് ഇല്ല, വെള്ളം എത്തിയില്ല അവിടേക്ക്. പക്ഷെ ഞങ്ങളൊക്കെ വീതിയിലാണ്. ഇവിടെ ഞങ്ങൾക്ക് ഒരു എന്താ പറയുക, സുരക്ഷ ഇല്ല. ഇപ്പം എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ എവിടുന്നോ ഫയർഫോഴ്സും രക്ഷാപ്രവർത്തകരും വരണം. നിലവിലിപ്പോൾ ഭയങ്കര വീതിയിലാണ്. ഇന്നലെ ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. ഇന്നിപ്പോൾ അവസ്ഥ അതാണ്. വാർഡ് മെമ്പർമാർ ഈ ഭാഗത്തേക്ക് വന്നില്ല. കാണുന്നില്ല. എവിടെ ഉണ്ട് വാർഡ് മെമ്പർ പോയിട്ട് 10 മാസമായി. വന്നിട്ടുണ്ട്. മുണ്ടക്കൈ പോയിക്കണം അവർ. മുണ്ടക്കൈ പോയിക്കണം, നൂർജീൻ പോയിക്കണേ, പിന്നെ ബാബുവേട്ടൻ പിന്നെ ബാക്കിയുള്ള റോഷ്നി, നിലവിൽ ജനപ്രതിനിധികൾ ഇവിടെ എത്തി മുണ്ടക്കൈയുടെ മുകൾ ഭാഗത്തെ പുഞ്ചിരിമട്ടത്തേക്ക് പോയിട്ടുണ്ട്. നമുക്ക് ആ ഭാഗത്തേക്ക് കാണാം. അവിടെയൊക്കെ മുൻപ് വീടുകൾ ഉണ്ടായിരുന്നതാണ്. ഈ പുഴ എന്ന് പറയുന്ന പുന്നപ്പുഴ ചെറുതായി ഒഴുകിയിരുന്ന പുഴയായിരുന്നു. പക്ഷെ പിന്നീട് പുഴയിലെ മണൽ എടുത്ത് നീക്കം ചെയ്ത ആ ഭാഗമാണ്. ആ അരികിലേക്ക് ആ ഭാഗത്തേക്ക് വരെ വെള്ളം എത്തിക്കഴിഞ്ഞു. ശക്തമായ കുത്തൊഴുക്കുണ്ട്. ഇതാണിപ്പോൾ നിലവിൽ ഇവിടെയുള്ള സാഹചര്യം. റോഷ്നി. ഓക്കെ, ദീപക് മോഹനാണ് വയനാട്ടിലെ സാഹചര്യം വിശദീകരിച്ചത്. നമുക്ക് കാണാം വെള്ളം കുത്തൊഴുകി പോകുന്നത്. ശക്തമായ കുത്തൊഴുക്ക് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. ദീപക്, മറ്റേതെങ്കിലും ഇടങ്ങളിൽ ഇത്തരം ഒരു സാഹചര്യമുണ്ടോ? ഇതിപ്പോൾ ചൂരൽമലയിൽ നിന്ന് വരുന്ന ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഭീതി തോന്നുന്നുണ്ട്. ആ ഒരു ജാഗ്രത അവിടെയുള്ളവർക്ക് അത്തരം നിർദ്ദേശങ്ങളെല്ലാം കൈമാറിയിട്ടുണ്ടോ? റോഷ്നി, നിലവിൽ വയനാട്ടിൽ ഉള്ള 2 ഡാമുകളിലും വൃഷ്ടിപ്രദേശങ്ങളിൽ കനത്ത മഴ പെയ്യുന്നുണ്ടെങ്കിൽ പോലും ആശങ്കപ്പെടേണ്ട സാഹചര്യം, ജലനിരപ്പ് ഉയരുന്നില്ല എന്നാണ് ജില്ലാ ദുരന്ത നിവാരണ വിഭാഗം അറിയിച്ചിട്ടുള്ളത്. ഇത് മേപ്പാടി പഞ്ചായത്തിലെ ജനപ്രതിനിധികളാണ്. നാസർക്ക, ഏത് ഭാഗത്തേക്കാണ് പോയത്? ഞങ്ങൾ മുണ്ടക്കൈ അട്ടമലയിൽ ഏറാട്ടക്കുണ്ടിലെ കോളനിവാസികളവിടെ പാടിയിൽ താമസിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവരത്തൊന്ന് പോയി നോക്കിയിട്ട് വരികയാണ്. പിന്നെ മുണ്ടക്കൈയിൽ പോയി നോക്കി, ഇപ്പോൾ അട്ടമലയിലും പോയി നോക്കി പിന്നെ വരികയാണ്. ഇനിയിപ്പോൾ എന്താണ് അവിടുത്തെ സാഹചര്യം?
ഇപ്പോൾ കുഴപ്പമില്ല, മഴ ശക്തിയാണ്. പക്ഷേ പിന്നെ വലിയ കുഴപ്പങ്ങളൊന്നും അവിടെ കാണില്ല. അവിടെ പാടിയിൽ താമസിക്കുന്നവർ അവിടെ നിൽക്കുന്നുണ്ട്, അവർക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ഇനിയിപ്പോൾ ഇവിടെ 2-3 പിന്നെ ഈ മറ്റേ ഇതിൻ്റെ അവിടെ പിന്നെ പുതിയ വില്ലേജ് റോഡിൽ മാട്ര കുന്നിൻ്റെ ആ ഭാഗത്ത് ഒരു പ്രശ്നമുണ്ട്, അവിടെ ഒന്ന് പോയി നോക്കേണ്ട ആവശ്യമുണ്ട്. ഇവിടെ ഒരു 6 കുടുംബങ്ങൾ അവിടെ ഇപ്പോഴും ലിസ്റ്റിൽ ഉൾപ്പെടാത്ത ആളുകൾ ഉണ്ടെന്ന് പറയുന്ന ലിസ്റ്റിൽ ഉൾപ്പെടാത്ത ആളുകളുണ്ട്. അപ്പോൾ അവരൊന്ന് പറയുന്നുണ്ട്, അവരൊന്ന് പോയി നോക്കട്ടെ എന്താണെന്ന്, അവർ ആവശ്യം എന്താണെന്നുള്ള പോയി നോക്കി നോക്കട്ടെ. റോഷ്നി, മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് ബാബുവേട്ടനുണ്ട്. ബാബുവേട്ട, ഇത് ആ ഭാഗത്തേക്ക് നോക്കിയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ആ അട്ടമലയിലേക്ക് പോകുന്ന ആ ഡിസ്പെൻസറിയുടെ തൊട്ട് സമീപത്ത് ആ വാഗമരം നിൽക്കുന്നതിന് സമീപത്തായിട്ട് മണ്ണിടിച്ചത് ശ്രദ്ധയപ്പെട്ടിരുന്നോ? അതിങ്ങനെ ഇടിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇനി അത് റോഡ് മുഴുവനായിട്ട് റോഡ് ബ്ലോക്കാൻ സാധ്യതയുണ്ട്. ഈ ഒരു മഴ കഴിയുമ്പോഴത്തേക്കും റോഡ് ബ്ലോക്കാൻ സാധ്യതയുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഈ പുഴയത്തെ മണ്ണെടുത്ത് മാറ്റുന്നുണ്ട്. ആ കൂടെ കുറച്ച് മണ്ണ് ആ ഭാഗത്തിട്ട് എങ്ങനെ ഫില്ല് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ശ്രമം നടത്തി നോക്കണം. നൂറുദ്ദീൻ മെമ്പർ നമ്മളോടൊപ്പം ചേരുകയാണ്. മഴക്കാലപൂർവ്വ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ഈ മേഖലയിലൊക്കെ നിർമ്മാണ പ്രവൃത്തികളും ഈ പുഴയിലെ ചെളിയും മണ്ണൊക്കെ കോരിക്കളഞ്ഞിരുന്നല്ലോ. ഇപ്പം എന്നിട്ട് എന്താണ് ഇപ്പോൾ അതുകൊണ്ടുള്ള സാഹചര്യം? ഇപ്പം എന്താണ് മഴ സാഹചര്യം എന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ ഈ ഒരു ഇന്നലെ ഇന്നുമായിട്ട് നമുക്ക് വണ്ടികളൊന്നും തോട്ടിലേക്ക് ഇറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതായത് അവിടുന്ന് എങ്ങനെയാണ് നമുക്കിതിപ്പോൾ മുകളിൽ നിന്ന് വരിക എന്നുള്ളതിനെ കുറിച്ച് സ്കൂൾ റോഡിന്റെ ഭാഗത്ത് എന്താ സ്ഥിതി? സ്കൂൾ റോഡിന്റെ ഭാഗത്ത് സ്കൂളിലേക്ക് അങ്ങോട്ട് തിരിഞ്ഞു വന്ന് സ്കൂൾ റോഡിലേക്കും വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യം എന്തൊക്കെയാണ് നമുക്കിനി ചെയ്യേണ്ടത്, എങ്ങനെ മുന്നോട്ട് പോകേണ്ടതെന്നുള്ള എല്ലാം കൂടെ അതിനു വേണ്ടി ഞങ്ങൾ പഞ്ചായത്തിലുള്ള എല്ലാവരും കൂടെ പ്രസിഡന്റ് വെള്ളം അന്ന് ഉരുൾപൊട്ടിയ സമയത്ത് അതേ വെള്ളം തന്നെ കയറി വരുന്നുണ്ട്. ജൂലൈ 30-നുണ്ടായ അതേ ഈ മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മേപ്പാടി പഞ്ചായത്ത് എന്തൊക്കെയാണ് ഇപ്പോൾ? മേപ്പാടി ഗ്രാമപഞ്ചായത്ത് ചെയ്തിട്ടുള്ളത്, ക്യാമ്പിനുള്ള സജ്ജീകരണങ്ങളൊക്കെ മേപ്പാടി ഹൈസ്കൂളിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെയും ഒരു യോഗം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതിനെ നേരിടാൻ നമ്മൾ സജ്ജാണ്. വിനോദസഞ്ചാര മേഖലകളിലുള്ള സഞ്ചാര മേഖലകളൊക്കെ അടച്ചുപൂട്ടാനുള്ള ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. അഡ്വഞ്ചർ ടൂറിസങ്ങളും വെള്ളാർമല വില്ലേജിലെ പൂർണ്ണമായിട്ട് റിസോർട്ടുകളും ഹോം സ്റ്റേകളും കോട്ടപ്പടി വില്ലേജിൽ എലമ്പലയിൽ പോകുന്ന പ്രദേശത്തുള്ള പിന്നെ ഹോം സ്റ്റേകളും റിസോർട്ടുകളൊക്കെ ഇന്ന് അടച്ചുപൂട്ടാൻ രാവിലെ സ്റ്റിയറിംഗ് കമ്മിറ്റി ഇരുന്ന് തീരുമാനമെടുത്ത് കളക്ടറിൻ്റെ ഉത്തരവ് പ്രകാരം അതൊക്കെ അടച്ചുപൂട്ടാനുള്ള ഉത്തരവ് കൊടുത്തിട്ടാണ് വന്നത്. 1 മണിക്ക് എല്ലാ കുട്ടികളും വരുന്ന സമയത്ത് അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു ടൂറിസ്റ്റുകൾ എടുത്തത്. അപ്പോൾ അവരുള്ളവരൊക്കെ ഇറക്കി വിടുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വയനാടും ജാഗ്രതയിലാണ്. എല്ലാ മുന്നൊരുക്കങ്ങളും എടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നാണ് അവിടെ പ്രദേശവാസികളടക്കം അധികൃതരടക്കം പറയുന്നത്. ദീപക് മോഹനാണ് വയനാട്ടെ സാഹചര്യം വിശദീകരിച്ചത്.